മുസ്ലിങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളടങ്ങിയ വഖഫ് നിയമത്തിന്റെ കാര്യത്തിൽ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളവും ഏറെക്കുറെ ഒരേ റൂട്ടിൽ ഓടുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. വഖഫ് നിയമം പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയായ JPCയെ നോക്കുകുത്തിയാക്കി നിയമം പാസാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വളഞ്ഞ വഴിയാണ് ഒന്ന്. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ കേരള സർക്കാർ രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്നുള്ള വിമർശമാണ് രണ്ടാമത്തേത്. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ കഷ്ടിച്ച് 2 ആഴ്ച മാത്രം ശേഷിക്കെയാണ് വഖഫ് ബില്ല് പെട്ടെന്ന് ചുട്ടെടുക്കാൻ മോഡി സർക്കാർ നീക്കം നടത്തുന്നത്. പതിവ് പോലെ വഖഫ് നിയമം അടക്കമുള്ള വിഷയം പ്രസംഗിക്കാനായി BJP യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നിട്ടുമുണ്ട്. വികസനം പ്രസംഗിക്കാനല്ലല്ലോ BJP യോഗിയെ പോലെ ഒരാളെ ഇറക്കുന്നത്. വഖഫ് ബില്ലിലേക്ക് വരാം. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 4 മണിക്കകം ബില്ലിൽ JPC അംഗങ്ങൾക്കുള്ള ഭേദഗതികൾ സമർപ്പിക്കാൻ തിങ്കളാഴ്ചയാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് കത്ത് നൽകിയത്. അതായത് ഇതുപോലെ സുപ്രധാന വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ സമയം 48 മണിക്കൂർ മാത്രം. സ്വാഭാവികമായും പ്രതിഷേധം അറിയിച്ച് പ്രതിപക്ഷം മറുപടി കൊടുത്തില്ല. പിന്നാലെ ഇന്നലെ ചേർന്ന JPC യോഗത്തിൽ പ്രതിഷേധിച്ച MP-മാരെ സമിതിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളായ കല്യാൺ ബാനർജി, നദീമുൽ ഹക്ക്, കോൺഗ്രസ് അംഗങ്ങളായ മുഹമ്മദ് ജാവേദ്, ഇമ്രാൻ മസൂദ്, സയ്യിദ് നസീർ ഹുസൈൻ, മറ്റ് പ്രതിപക്ഷ അംഗങ്ങളായ A രാജ, മുഹമ്മദ് അബ്ദുള്ള, അസദുദ്ദീൻ ഉവൈസി, ഇമാം മൗലാന മുഹബ്ബുല്ല നദവി, അരവിന്ദ് സാവന്ത് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരുന്നത്. യോഗത്തിനിടെ ചെയർമാൻ ഫോണിൽ ആരോടോ സംസാരിച്ച ശേഷം ഞങ്ങളെ സസ്പെൻഡ് ചെയ്തെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു എന്ന് പ്രതിപക്ഷ MP-മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരെയാണോ ചെയർമാൻ വിളിച്ചത് എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്ത പ്രതിനിധികളെ ഉൾപ്പെടുത്താനുള്ള വ്യവസ്ഥ മാത്രം ഒഴിവാക്കി അപകടകരമായ മറ്റ് വ്യവസ്ഥകളെല്ലാം നിലനിർത്തി ബിൽ കൊണ്ടുവരാനാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്നാണ് റിപ്പോർട്ട്. യാതൊരു ഹോംവർക്കും ഇല്ലാതെ വഖഫ് നിയമം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് നിയമം പാസാക്കാൻ പോകുന്നതെന്ന് വ്യക്തം. കാരണം BJP നേതാവ് ജഗദാംബിക പാൽ ചെയർമാനായ സമിതി ഇതിനകം 30ഓളം തവണയാണ് യോഗം ചേർന്നത്. അതിലൊന്നിൽ പോലും ജനാധിപത്യ രീതിയിൽ ചർച്ച നടന്നിട്ടില്ല. ചർച്ചയ്ക്ക് അവസരവും ഉണ്ടാക്കിയില്ല. വഖഫിന്റെ യഥാർത്ഥ പങ്കാളികളായി ചർച്ച വേണം എന്നത് സമിതി ഉണ്ടാക്കുമ്പോഴുള്ള ചട്ടമായിരുന്നു. എന്നാൽ ഏറ്റവും അധികം വഖഫ് ഭൂമികളുള്ള മുഖ്യധാര മുസ്ലിം സംഘടനകളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചതേ ഇല്ല. ഇപ്പോഴിതാ സമിതിയിലുള്ള പ്രതിപക്ഷ അംഗങ്ങളെയും കൂടി പുറത്താക്കിയിരിക്കുന്നു. കേരള സർക്കാരിന്റെ കാര്യത്തിലാണെങ്കിൽ മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ചതടക്കം സംശയാസ്പദമാണ്. വഖഫ് സ്വത്തായ ഇക്കാര്യം നിയമസഭയിൽ സർക്കാർ പ്രഖ്യാപിച്ച ഒരു ഭൂമിയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് തന്നെ തെറ്റാണ്. ഇതിന്റെ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജി പരിഗണിക്കവേ ഇന്നലെ സംസ്ഥാന സർക്കാരിന് കോടതി വയറു നിറയെ കൊടുക്കുകയും ചെയ്തു. ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ സംസ്ഥാന സർക്കാരിന് എന്തധികാരം എന്നാണ് കോടതി ചോദിച്ചത്. കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണിതെന്നും കോടതി പറഞ്ഞു. മുനമ്പത്തെ 104 ഏക്കർ വഖഫ് ഭൂമിയാണെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയതാണെന്ന് ശക്തമായ പ്രഖ്യാപനവും ഹൈക്കോടതി വാക്കാൽ നടത്തി. ഈ ഭൂമി കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ? ഇതുകൂടി ഉൾപ്പെടുത്തി വീണ്ടും കമ്മീഷനെ നിയമിക്കാൻ എന്ത് അധികാരമാണ് സർക്കാരിനുള്ളത് എന്നും കോടതി ചോദിച്ചതോടെ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ്. 2 കക്ഷികൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നീതിപൂർവമായ തീർപ്പ് കൽപ്പിക്കലാണ് കമ്മീഷന്റെ ജോലി. എന്നാൽ തുടക്കം മുതൽ തന്നെ പക്ഷപാതപരമായ പെരുമാറ്റമാണ് കമ്മീഷൻ മേധാവിയിൽ നിന്ന് ഉണ്ടായത്. കേസിലെ ഒരു കക്ഷിയുടെ പ്രതിനിധികളോട് വിധി നിങ്ങൾക്ക് അനുകൂലമാകട്ടെ എന്ന് ആശംസിച്ചതും മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല എന്ന അഭിപ്രായ പ്രകടനവും മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ പരിഹാരം നിർദ്ദേശിക്കുമെന്ന് ഒരു കക്ഷിക്ക് ഉറപ്പുകൊടുത്തതും എല്ലാം അതിനേക്കാൾ വലിയ മറ്റൊരു തെറ്റ്. ഇങ്ങനെ മുസ്ലിങ്ങളുടെ വിശ്വാസപരവും വൈകാരികവുമായ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏറെക്കുറെ സമാന നിലപാട് സ്വീകരിക്കുന്നതും പക്ഷപാതപരമായി വിഷയം കൈകാര്യം ചെയ്യുന്നതും സ്വാഭാവിക രാഷ്ട്രനീതിക്ക് എതിരാണ്. സർക്കാർ സംവിധാനങ്ങളുടെ നിഷ്പക്ഷതയിൽ മുസ്ലിങ്ങൾക്ക് സംശയം വർദ്ധിപ്പിക്കാൻ ഇത് ഇടവരുത്തുകയും ചെയ്യും. Waytonikah.com, the exclusive Muslim matrimonial site.